ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് റഹ്മത്തുള്ള കാസിമിയുടെ വായിൽ നിന്നൊന്ന് കേട്ടു നോക്കാം. അയ്യയ്യേ, നിങ്ങളൊക്കെ ജീവിക്കണം, ഭൂമി ജീവിക്കേണ്ടി എന്നല്ലോ. അയ്യയ്യേ, എന്തായി മനുഷ്യന്മാർക്ക്. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇതുപോലുള്ള മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിക്കേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു സങ്കടത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത്. എല്ലാവരെയും ഇൻഫിഡൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് പറയുകയാണ്, ഐ കണ്ടം ഹമാസ് ഒക്ടോബർ 7 ചെയ്തത് കളക്റ്റീവ് പണിഷ്മെൻ്റാണ്. ഈ പറഞ്ഞ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തത്, അതിനെ കണ്ടം ചെയ്യുന്നു. ഇനി ആ ചോദ്യമായിട്ട് വരരുത്. ഓൾറെഡി കണ്ടം ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 7 നടന്നിട്ടുള്ളത് ഭീകരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. സിവിലിയൻസിനെതിരെ അറ്റാക്ക് ചെയ്തത്. ഇനി വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഒരുപാട് വാറുകളും അതുപോലെ കോൺഫ്ലിക്റ്റുകളും ഉള്ള സ്ഥലത്തുള്ള ഫോട്ടോഗ്രാഫ്സ് കാണാറുണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ് ഇത്. ഈ ഫോട്ടോ കാണുമ്പോൾ ആർക്കെങ്കിലും കുരു പൊട്ടാറുണ്ടോ? ദേഷ്യം പിടിച്ച് കലിപ്പിൽ എന്തെങ്കിലും നുണ പ്രചരിപ്പിക്കാറുണ്ടോ? നമ്മളാരും ചെയ്യാറില്ല അല്ലേ? പക്ഷെ ചില ഫോട്ടോകൾ കാണുമ്പോൾ ചില ആളുകൾക്ക് കുരു പൊട്ടി അങ്ങ് ഒലിക്കും. ചില ആളുകൾ അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആവും. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതേപോലെ ഒരു കുരു പൊട്ടിയൊരു ഫോട്ടോ ആണ് ഈ ഫോട്ടോ. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഗാസയിൽ ഒരു കമ്മ്യൂണിറ്റി കിച്ചണിൻ്റെ മുമ്പിലിരിക്കുന്ന കുറേ മനുഷ്യർ, പാത്രമായിട്ട് നിൽക്കുന്ന കുറേ മനുഷ്യരുടെ ഫോട്ടോയാണ്. ഈ ഫോട്ടോ ഭയങ്കരമായിട്ട് ചില ആളുകൾക്ക് കുരു പൊട്ടിയിട്ടുണ്ട്. അത് കുരു പൊട്ടാനുള്ള കാരണം ഇതുപോലെ കുറേ ഫോട്ടോ ഉണ്ടായതുകൊണ്ടല്ല. ഈ ഫോട്ടോ എന്ത് ചെയ്തു, ഒരു മെയിൻ സ്ട്രീം മീഡിയ അതിൻ്റെ കവർ പേജായിട്ട് പ്രിൻ്റ് അടിച്ചപ്പം ഈ കുരുപൊട്ടൽ അങ്ങ് മൂത്തപ്പം കേരളത്തിലെ ഒരു പ്രമുഖൻ അതിൻ്റെ കൂടെ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റാണ് ഈ ഫോട്ടോ ഇട്ടിട്ട്, ടൈംസ് മാഗസീൻ്റെ കവർ പേജ് ഇട്ടിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: ആളെ മാറിയിട്ടുള്ളൂ, പാത്രവും സ്ഥലവും ഒന്നാണ് കോയ. എന്നിട്ടൊരു ഇളിഞ്ഞ ചിരിക്കുന്ന ഒരു ഇമോജി. സിനിമയിൽ സെറ്റിടുന്ന പോലെ ഒരു യാചക ഫോട്ടോ സെറ്റ്. ഇതൊരു യാചക ഫോട്ടോ സെറ്റാണെന്നാണ് പറയുന്നത്. കൈവരി, പാത്രങ്ങൾ എല്ലാം റെഡി, ആളുകൾ മാത്രം മാറും. ഇതാണ് ഹൈടെക് പിച്ചയാണ് എന്നാണ് ഈ മാന്യദേഹം ഈ ഫോട്ടോയെക്കുറിച്ച് പറയുന്നത്. ഹൈടെക് പിച്ച നടത്തുന്ന ആരാണെന്ന് പരിശോധിച്ചാൽ ഒന്ന് മനസ്സിലാവുന്നതാണ്. എന്തുവാടെ ഇത്? ഒരു മയമൊക്കെ വേണ്ടേ ആളെ പറ്റിക്കുമ്പോൾ? ഫോട്ടോ വേറെയാണ് എന്നും പറഞ്ഞു വരുന്ന കോയമാരോട് ആളെ മാറിയിട്ടുള്ളൂ, പാത്രവും സ്ഥലവും ഒന്നാണ് കോയ എന്നാണ് പറയുന്നത്. നമ്മൾ കോയ എന്ന് പറയുമ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഗത്തൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാഷ്വലായിട്ട് വിളിക്കുന്ന ഒരു ഇതാണ്. ഇനി അങ്ങനെയാണോ, സൗഹൃദമായിട്ടാണോ പറഞ്ഞത്, അല്ല വല്ല മനസ്സിൽ വല്ല വെറുപ്പും ഉദ്ദേശിച്ചിട്ടാണോ കോയ വിളി എന്നുള്ളത് നമുക്കറിയില്ല. ആ കോയ വിളി ഞാനത് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഫോട്ടോ അറ്റാച്ച് ചെയ്ത്, ഒന്ന് ടൈംസ് മാഗസിൻ്റെ കവറും അതിൻ്റെ കൂടെ മറ്റൊന്ന് വെച്ചിട്ടുള്ളത് ഇതാണ്: എ ബിൽഡ് ഇൻവെസ്റ്റിഗേഷൻ റിവീൽസ്. ബിൽഡ് എന്ന് പറഞ്ഞൊരു മാഗസിനാണ് ജർമ്മനിയിലെ. അവർ ഇൻവെസ്റ്റിഗേഷൻ റിവീൽ ചെയ്യുന്നത് ഇതാണ്: ഗാസ ഫോട്ടോഗ്രാഫർ സ്റ്റേജസ് സഫറിങ് ഫോർ ഹമാസ് പ്രൊപ്പഗണ്ട. ഹമാസ് പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ ഫോട്ടോ സ്റ്റേജ് ചെയ്തിട്ടതാണെന്ന്. അതായത് നേരത്തെ സാറ് പറഞ്ഞിട്ടുള്ള പോലെ എല്ലാം സെറ്റാക്കിയിട്ട് ഒരു സിനിമയിൽ സെറ്റ് ഇടുന്ന പോലെ സെറ്റിട്ട് എടുത്ത ഫോട്ടോ ആണ് ഇതാണെന്നാണ് ആരോപണം. ആ ആരോപണം അവിടെ നിൽക്കുന്നില്ല. വീണ്ടും വേറൊരു പോസ്റ്റും കൂടെ ഇടുന്നുണ്ട്. ഇതൊന്നും കാണാതെ ഹമാസിൻ്റെ വലയിൽ വീണവരോട് സഹതാപം മാത്രം. അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഈ ഫോട്ടോ ഇട്ട ആൾ, ഈ ഫോട്ടോ കണ്ടിട്ട് എന്തെങ്കിലും സഹതാപം വന്ന ആളുകളോട് ഒരു സഹതാപം അദ്ദേഹത്തിൻ്റെ വക അങ്ങ് കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ സഹതാപമൊക്കെ ഉള്ള മനുഷ്യരാണ് ഈ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വിശ്വസിച്ച് നടന്ന മനുഷ്യർ. അപ്പോൾ ഇവിടെ ഫോട്ടോ എന്താണ് കാണുന്നത്? ഒരാൾ ഇങ്ങനെ ലോവർ ആംഗിളിൽ കുറേ ആളുകൾ നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോയോ വീഡിയോ എന്തോ എടുക്കുന്നു. ഇത് സിനിമ സെറ്റാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. ഇദ്ദേഹം സ്വയം കണ്ടെത്തിയതാണെന്നല്ല പറയണത്, ബിൽഡ് മാഗസിൻ പറഞ്ഞതാണെന്നാണ് പറയണത്. ഓക്കെ,
ഇവിടെ ബിൽഡ് മാഗസിൻ ദിസ് ഗാസ ഫോട്ടോഗ്രാഫർ സ്റ്റേജസ് ഹമാസ് പ്രൊപ്പഗണ്ട, ഇതാണ് ആ മാഗസീനിൽ വന്നിട്ടുള്ള സ്ക്രീൻഷോട്ട്. അതേ സംഭവം എടുത്തിട്ട് പിന്നെ എടുത്തുപയോഗിക്കുന്നത് ഇസ്രായേലിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലാണ്. കണ്ടില്ലേ? എ ജോയിൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ അറ്റ് SZ ആൻഡ് ബിൽഡ് റിവീൽസ് ഹൗ ഹമാസ് പാലിവുഡ് സ്റ്റേജ് ഓർ സെലക്റ്റീവ്ലി ഫ്രെയിംഡ് മീഡിയ ടു മാനിപ്പുലേറ്റ് ഗ്ലോബൽ ഒപ്പീനിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് എന്നാണ് ആര് പറയണത്? ഇസ്രായേൽ ഒഫീഷ്യൽസ് പറയുന്നത്. ഇസ്രായേൽ ഒഫീഷ്യൽസ് പറയുന്നതും നമ്മുടെ സാറ് പറയണതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഈ സാറ് എടുക്കുന്നത് മുഴുവൻ ഇസ്രായേൽ ഒഫീഷ്യൽസ് എടുക്കുന്ന സാധനങ്ങളാണ്. ഇതേ സാധനം തന്നെയാണ് സ്റ്റോപ്പ് ആൻറ്റി സെമിറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള ട്വിറ്റർ ഹാൻഡിലും എടുക്കുന്നത്. അതായത് ഒരുവിധം സയണിസത്തെ വിമർശിക്കുന്ന ആളുകളൊക്കെ ആൻറ്റി സെമിറ്റിസം ആണെന്ന് പറയുന്ന ആളുകളൊക്കെ ഇതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. വേറെ ഹോണസ്റ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാൻഡിലും ഇത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇസ്രായേൽ ഹയോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റും ഇത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇതിലെന്താ പറയുന്നത്? ഈ ഫോട്ടോസ് എടുത്തിട്ടുള്ള അത് ഈ പറഞ്ഞ ആൾ ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് ഇതേപോലെ സെറ്റൊക്കെ ഇട്ട് ആളുകളെ കൊണ്ട് നിർത്തിയിട്ട് പാത്രമൊക്കെ കൊടുത്തിട്ട് എടുത്തതാണെന്നാണ് പറയുന്നത്. ഇയാളുടെ പേര് അനസ് ഫത്തേഹ് എന്നാണ്. ഈ അനസ് ഫത്തേഹ് എടുത്ത ഫോട്ടോ ആണ് ഇതേപോലെ സ്റ്റേജ് ചെയ്ത് എടുത്തതാണ് എന്നാണ് ഇവരുടെ ആരോപണം. ഭയങ്കര ആരോപണമാണ്. എന്താണ് അതിൻ്റെ വസ്തുത? ആ വസ്തുത നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് അനസ് എടുത്തതാണെന്നാണ് പറയുന്നത്. നമ്മളതിൽ വസ്തുതകളിലേക്ക് പോകുമ്പോൾ ഈ ഫോട്ടോ ഗെറ്റി ഇമേജിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ കാണിച്ചു, അത് ഗെറ്റി ഇമേജിൻ്റെ കാറ്റഗറി ഇതിൽ വരുന്നതാണ്. അനഡോളു എന്ന് പറഞ്ഞിട്ടുള്ള തുർക്കിഷ് മീഡിയ ഏജൻസിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അനസ് എടുത്തതാണെന്നാണ് ആര് പറയുന്നത്? ഈ പറഞ്ഞ ആളുകളും നമ്മുടെ സാറും പറയുന്നത്. നമ്മുടെ സാറ് പറയുന്നത് ഇതൊരു പിച്ചയാണ്, ഹൈടെക് പിച്ചയാണ്. ഹൈടെക് പിച്ച എടുക്കുന്നത് അനസ് കോയ, മൂപ്പര ഭാഷയിൽ അങ്ങനെ ആയിരിക്കും. അനസ് കോയ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫോട്ടോ എടുത്തിട്ട് ആളെ പറ്റിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് ഗെറ്റി ഇമേജിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഫോട്ടോ എടുത്തിട്ടുള്ള ആളെ പേര് അലി ജദല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. എന്താണ് ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത്? ആര് പോലുമല്ല, ഈ പറഞ്ഞ അനസ് ഫത്തേഹ എടുത്ത ഫോട്ടോ അല്ല. ഈ അനസ് ഫത്തേഹ ഫോട്ടോ എടുക്കുന്ന പോലെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഫോട്ടോ ആരെ ഫോട്ടോ ആണ് ടൈംസ് മാഗസിൻ പബ്ലിഷ് ചെയ്തത്? അലി ജദല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഫോട്ടോ ആണെന്നാണ് ഗെറ്റി ഇമേജ് പറയുന്നത്. അവരിൽ നിന്ന് എടുത്തതാണെന്നാണ് ആരും പറയണത്? നമ്മുടെ ടൈംസ് മാഗസിനും ഫോട്ടോഗ്രാഫ് ബൈ അലി ജദല്ല അനഡോളു. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോ പറയണതെന്ന് അറിയില്ല. ഓക്കെ, എന്നാലും ശരി, ഗെറ്റി ഇമേജ് അതിൽ നിന്നാണ് ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഫോട്ടോ ആണ് ഇവർക്ക് കുരുപൊട്ടിയ ഫോട്ടോ. അപ്പോൾ ആരാണ് അലി ജദല്ല? അലി ജദല്ല എന്ന് പറഞ്ഞ ആൾ ഇതാണ്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് ഇത്. ഇതിൽ ഒരുപാട് ഫോട്ടോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ അലി ജദല്ല, ഇനിയിപ്പോൾ അനസ് തെറ്റിപ്പറഞ്ഞതാണെങ്കിലും അലി ജദല്ല ഇതേപോലെ എല്ലാവരെയും വെച്ചിട്ട് സ്റ്റേജൊക്കെ ചെയ്തിട്ട് ഇത്രയും ഫോട്ടോസ് എടുക്കുന്ന ഒരു ഹമാസ് ജേതാവായിരിക്കും സാറന്മാരുടെ കാഴ്ചപ്പാടിൽ. അങ്ങനെ എടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നതെല്ലാം. ഇതിലൊരു ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്തു? ടൈംസ് മാഗസിൻ പബ്ലിഷ് ചെയ്തു. അതാണ് വലിയ ക്രൈമായിട്ട് ഈ സാറന്മാരെയൊക്കെ കുരുപൊട്ടിയത്. സാറുമാർ പറയണത് എന്താ വെച്ചാൽ ഇത് സ്റ്റേജ് ചെയ്താണെന്നാണ്. അതല്ലേ, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. മനുഷ്യസ്നേഹം കൂടിയതുകൊണ്ടായിരിക്കാം. അങ്ങനെ ആവാനാണല്ലോ സാധ്യത. മനുഷ്യസ്നേഹികളാണല്ലോ, ഹ്യൂമാനിറ്റേറിയൻ. നമ്മൾ പിന്നെ ഇസ്ലാമിസ്റ്റുകളെയൊക്കെ പിന്നെ UDHR-ഉം എല്ലാ HR-ഉം പഠിപ്പിക്കുന്ന ആളുകളാണല്ലോ. UDHR-ഉള്ള മനുഷ്യത്വതയും ജനീവ കൺവെൻഷനും ഇതൊക്കെ പഠിപ്പിക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫോട്ടോ കണ്ടപ്പോൾ മനുഷ്യത്വം അങ്ങ് വന്നിട്ട് ഇത് സ്റ്റേജ് ചെയ്തതാണെന്നുള്ള ആരോപണമായിട്ട് വയ്ക്കുന്നത്. ഇതാരുടെ ആരോപണമാണ് ശരിക്കും പറഞ്ഞാൽ? ഇസ്രായേൽ ഏജൻസികൾ തള്ളിക്കൊണ്ടുവന്ന സാധനം എടുത്തിട്ട് നമ്മളെ സാറും നമ്മളെ നാട്ടിലും ഈ സാധനം നൈസായിട്ട് അങ്ങ് വിതരണം ചെയ്യുകയാണ്. എന്ത് ഹൈടെക് പിച്ചയാണ്, അതിൻ്റെ കൂടെ ഒരു അധിക്ഷേപവും ഞാനും അത്ര മോശമല്ല എന്ന രീതിയിൽ പുള്ളിയല്ലേ.
അപ്പോൾ ഈ ഫോട്ടോ ഇങ്ങനെ അനസ് ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോ ഇങ്ങനെ കാണുമ്പോൾ ആളുകൾക്ക് സംശയമുണ്ട്, അവിടെ റെയിലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് ഈ ട്രോളിയൊക്കെ ഇടാനുള്ള സിനിമാ സെറ്റ് ട്രോളിയൊക്കെ ഉണ്ടാവുമല്ലോ, ട്രോളിയൊക്കെ ഇട്ടിട്ട് എടുക്കാൻ വേണ്ടിയുള്ള ട്രോളിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ആളുകൾ. അങ്ങനെ ആ രീതിയിലാണ് ആ സാധനത്തിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു വൈഡ് ആംഗിൾ, ആ ലൊക്കേഷൻ്റെ വൈഡ് ആംഗിൾ ഫോട്ടോ ഒന്നെടുത്ത് കണ്ടാൽ മതി, അവിടുത്തെ പ്രശ്നം തീരും. ഏതാണ് ഈ സാധനം? ഇത് അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി കിച്ചണാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ച്, കാരണം ആർക്കും വീടും അടുക്കളയോ ഒന്നുമില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കുക്ക് ചെയ്യുന്നു. ആ കുക്ക് ചെയ്യുന്നത് പാത്രത്തിൽ വാങ്ങിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുടെ ഫോട്ടോ അവിടെയുള്ള ജേർണലിസ്റ്റുകൾ, അവിടുത്തെ ഒരു റിയാലിറ്റി പുറത്തേക്ക് അറിയാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുന്നതിനെയാണ് ഇവരെന്ത് പറയുന്നത്, ഇത് സിനിമയ്ക്ക് വേണ്ടി എടുത്ത പോലെ എടുക്കുകയാണ്, ആളുകളെ സഹതാപം പിടിച്ചു പറ്റാൻ എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് കമ്മ്യൂണിറ്റി കിച്ചനാണെന്ന് ഇതാണ് പിന്നെ അനസ് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി കിച്ചൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ ബോർഡ് വായിച്ചാൽ മതി. ആളുകൾക്ക് ഗൂഗിളിൽ മറ്റേ ലെൻസ് ഇട്ടിട്ട് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക അവിടെ എന്താ എഴുതി വെച്ചതെന്ന്. പക്ഷെ ഈ ഫോട്ടോ എടുത്തത് ആരാണ്? ഈ ഫോട്ടോ എടുത്തത് അനസ് പോലും അല്ല. ഈ ഫോട്ടോയിൽ ഇവിടെ കാണിക്കുന്ന അനസ് പോലും അല്ല, ടൈംസ് മാഗസീനിൽ വന്നിട്ടുള്ള ഫോട്ടോ വെച്ച് എടുത്തത്. അത് എടുത്തത് വേറെ ആളാണ്. അപ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാവും അനസ് ഏതാന്ന്, അല്ലേ? അനസിൻ്റെ ഇൻസ്റ്റാഗ്രാം നേരത്തെ നമ്മൾ പിന്നെ അലി ജദല്ലയുടെ ഇൻസ്റ്റാഗ്രാം കാണിച്ചു. ഇത് അനസിൻ്റെ ഇൻസ്റ്റാഗ്രാമാണ്. ആ ഇൻസ്റ്റാഗ്രാം ഒന്ന് നമുക്ക് ഓടിച്ച് നോക്കാം. ഇതാണ് അനസിൻ്റെ ഇൻസ്റ്റാഗ്രാം. അനസും ഇതേപോലെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരാളാണ്, ഒരു ജേർണലിസ്റ്റാണ്. ഉണ്ടല്ലേ? ഇതൊക്കെ അനസ് എടുത്ത ഫോട്ടോസാണ്. ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ഇവിടെ കാണാം. ഇതേപോലെ തന്നെ അലി ജദല്ലയുടെയും നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് നേരെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഏതൊക്കെ ഫോട്ടോസാണ്, അതിലേതൊക്കെയാണ് സ്റ്റേജ് ചെയ്തിട്ട് അനസും ജദല്ലയും കൂടെ എടുത്തത്, അനഡോളു മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഏതൊക്കെയാണ് എടുത്തതെന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഇവിടെ അനസ് എടുക്കുന്ന വീഡിയോ ഏതാണെന്ന് അനസ് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്? ഈ വീഡിയോ ആണ് അനസ് അനഡോളു ഏജൻസിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഉണ്ടോ? അനസ് നേരത്തെ അവിടെ ഭക്ഷണത്തിൻ്റെ പാത്രം കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് എടുക്കുന്ന സീനാണ് നേരത്തെ കട്ട് ചെയ്തെടുത്തത്. ഇപ്പോൾ അനസ് എടുത്തതാണെന്നാണ് അനഡോളു ഏജൻസി പറയണത്. ആ വീഡിയോ ആണിത്. ആ വീഡിയോ ഇപ്പോൾ എന്ത് ചെയ്തു, അതേ സ്ഥലത്ത്, അതായത് സെറ്റ് ഇട്ട സ്ഥലത്ത്, ട്രോളി വെച്ച സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ഭക്ഷണപാത്രം കൊണ്ടുവച്ചിട്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. വല്ലാതെ ക്രൂരത അല്ലേ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അല്ലേ? കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കിയിട്ട് അവിടെ ഭക്ഷണം കൊടുക്കുന്ന ക്രൂരത നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആർക്ക്? മനുഷ്യത്വ സ്നേഹികൾക്ക്, മനുഷ്യത്വവാദികൾക്ക്. അതാണ് ഈ കാണുന്നത്. മനുഷ്യത്വവാദികൾക്ക് സഹിക്കാൻ പറ്റാത്ത സീനുകളാണല്ലോ ഈ കാണുന്നത്, അല്ലേ? കുറേ ആളുകൾ പാത്രമായിട്ട്, പാത്രം സെയിമാണ്, ആളുകൾ മാത്രമേ മാറുന്നുള്ളൂ. ഇതതിൻ്റെ മൂവ് ചെയ്യുന്ന സാധനമാണ്. ആളുകൾ പാത്രമായിട്ട് എന്തിനു വരുന്നു? ഭക്ഷണം മേടിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു ഗതികേടിലേക്ക് എത്തിച്ചിട്ട് അവർ ഭക്ഷണം വാങ്ങാൻ വന്നത് ലോകത്തെ ഇതേപോലെ അറിയിക്കാൻ വേണ്ടി. കണ്ടോ, അവിടെ പാത്രമൊക്കെ ഉണ്ട് അപ്പുറം. ആളുകൾ വെയിറ്റ് ചെയ്യുന്ന അതിൻ്റെ പല പല ഷോട്ടുകളാണ്. ഭക്ഷണം കൊടുക്കുന്നു. ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല, അല്ലേ? ഈ മനുഷ്യർക്കൊക്കെ ഇനി എന്താണാവോ സഹിക്കാൻ പറ്റുന്നത്? എത്ര പ്രാവശ്യം ഇതേപോലെ നുണകൾ ഇനി പറഞ്ഞുകൊണ്ടിരിക്കും? എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യും നിങ്ങൾ ഈ പറഞ്ഞ നുണകൾ? ഈ പറയുന്ന ആളുകൾ ഇനി ഹമാസ്, ഇപ്പം ഞാനൊക്കെ ഹമാസിൻ്റെ ആളായി മാറിയിട്ടുണ്ടാവും. ഹമാസോളി ഇപ്പം അങ്ങനെയാണല്ലോ പുതിയ പേര്. ഇപ്പം ഈ വീഡിയോസ് എന്താ, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ആളുകളുടെ സഹതാപം
പിടിച്ചു പറ്റാൻ വേണ്ടി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ പബ്ലിഷ് ചെയ്യുന്നു. എങ്ങനെയാണ് ആ വീഡിയോ എടുക്കുന്നത്? സെറ്റിട്ട് എടുക്കുന്നതാണ്. ആലോചിച്ച് നോക്കണം. അപ്പം ഇങ്ങനെ ഭക്ഷണം വാങ്ങാമെന്ന് ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യരെ നോക്കിയിട്ടാണ് ഈ പറഞ്ഞ ആളുകൾ എന്ത് പറയുന്നത്? ഹൈടെക് പിച്ചയാണെന്ന്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോണം. അപ്പോഴേ അറിയുള്ളൂ എത്രത്തോളം ഹൈടെക്കാണ് ഒരു മനുഷ്യർ ഭക്ഷണത്തിന് വേണ്ടി ഈ ഒരു ഗതികേടിലേക്ക് എത്തിയതെന്ന്. ഈ ഒരു ഗതികേടിലേക്ക് ഇപ്പോഴും നിലനിർത്തുന്നത് ആരാണെന്ന്. കാരണം ഇവിടെ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ആളുകളാണെന്നാണല്ലോ പറയണത്, അല്ലേ? എന്താണ്? കുടുംബങ്ങളിൽ നിന്ന് അകറ്റുന്നു, അല്ലേ? ഒരു എക്സ് മുസ്ലിം ആയതിൻ്റെ പേരിൽ കുടുംബങ്ങളിൽ നിന്ന് അകറ്റുന്നു, നിരീശ്വരവാദികളായതുകൊണ്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നു, അല്ലേ? പ്രശ്നം തന്നെയാണ്, അതും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതിനെ എങ്ങനെയാണ് ഈ പറഞ്ഞ ആളുകൾ ഓൾറെഡി ഈ പറഞ്ഞ ഞങ്ങൾ ഭയങ്കര ഒപ്രഷനാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒപ്രഷൻ കാണാതെ പോകുന്നത് എങ്ങനെയാണ്? അതിൽ ഒരു ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ട് ഒരു മെയിൻ സ്ട്രീം മീഡിയ പബ്ലിഷ് ചെയ്തപ്പോൾ അതിനെതിരെ പ്രൊപ്പഗണ്ട ഇറക്കിയ ഈ സയനിസ്റ്റുകൾ ഇറക്കിയ പ്രൊപ്പഗണ്ട അങ്ങനെ തന്നെ കേരളത്തിൽ വന്ന് ഛർദ്ദിച്ച് വയ്ക്കാൻ എങ്ങനെയാണ് മനസ്സുണ്ടാവുന്നത്? മനുഷ്യത്വം കൂടിപ്പോയതുകൊണ്ടായിരിക്കും. നല്ല മനുഷ്യത്വമായിരിക്കും, നല്ല മനുഷ്യത്വമാണ്, അല്ലേ? കൊള്ളാം. ഇതാണ് അന്ന് ആ അനസ് അവിടെ കുനിഞ്ഞിരുത്ത വീഡിയോ. അനസ് പബ്ലിഷ് ചെയ്ത വീഡിയോ ആണിത്. നേരത്തെ എടുത്ത ഫോട്ടോ അനസിൻ്റെത് പോലും അല്ല. അനസ് കുനിഞ്ഞെടുക്കുന്ന ഫോട്ടോ എടുത്തിട്ട് അനസിൻ്റെ പോലും അല്ലാത്ത ഫോട്ടോ ടൈംസ് മാഗസിൻ പബ്ലിഷ് ചെയ്തപ്പോൾ അത് അനസാണെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച ഈ സയനിസ്റ്റ് പ്രോപ്പഗണ്ട എടുത്തിട്ട് ലെറ്റ് എവിഡൻസ് ലീഡ് എന്ന് പറഞ്ഞ ആളുകൾ ലീഡ് ചെയ്ത എവിഡൻസ് ഇതാണ്. ഇതേ വീഡിയോ തന്നെ വേറെ ന്യൂസ് ഏജൻസീസ് ഇതേപോലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി കിച്ചനെയാണ് പരിഹസിക്കുന്നത്. വേറെ ന്യൂസ് ഏജൻസി ഇട്ടതാ വീഡിയോസ് കണ്ടു നോക്ക്. ഒന്ന് പരിശോധിക്കേണ്ടത് എവിടെയെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞ ഇസ്രായേൽ പുറത്ത് വിടുന്ന അല്ലെങ്കിൽ സയനിസ്റ്റുകൾ പുറത്ത് വിടുന്നത് അവർ ഛർദ്ദിച്ച് വിടുന്ന ചണ്ണാക്കിലെടുത്തിട്ട് ഇവിടെ വന്ന് ഛർദ്ദിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് പരിശോധിക്കണ്ടേ, അല്ലേ? സ്വതന്ത്ര ചിന്തകരാണെന്നല്ലേ, ഫ്രീ തിങ്കിങ് ആണെന്നല്ലേ, ബയസില്ലെന്നല്ലേ പറയുന്നത്. അത് പരിശോധിക്കണ്ടേ? ഇത് ഒരു സാധനം, അതായത് ഒരൊറ്റ പോസ്റ്റ് 1-2 ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇറക്കിയിട്ടുള്ള പ്രൊപ്പഗണ്ടയെ പൊളിക്കാൻ നമ്മൾ ഇത്രയും നേരം ഇരുന്നത് വിശദീകരിക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം ഈ പ്രൊപ്പഗണ്ട എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന്. ആ ഒരൊറ്റ സാധനത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഇരുന്നിട്ട് വേറൊരാൾ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ഇത് പഠിപ്പിക്കണം. എടാ ഇതിങ്ങനെയാണ്, ഇങ്ങനെയാണ്. എടാ മൊയന്താവല്ലേ, ഇത്ര വലിയ മൊയന്തകളാണോ നിങ്ങൾ? അതിങ്ങനെയാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കൊടുക്കുന്നത് ആണത്. സിറ്റുവേഷൻ ആണെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഇത് ചെയ്യുക? ഇതേപോലെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാവില്ലേ? അവിടെയല്ലേ ഈ ഭക്ഷണം കൊടുക്കുന്നത്? അതിന് ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെയല്ലേ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്ന് ചിന്തിക്കാനുള്ളൊരു ബുദ്ധി വേണ്ടി, സാമാന്യ ബുദ്ധി. അത്ര വലിയ മൊയന്തുകളാണോ? നമ്മൾ വിശ്വാസികളാണ്, മൊയന്തുകളാണ്, മദ്രസ പൊട്ടന്മാരാണ്, അന്തംകോയകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അല്ലേ? ഇത്ര വലിയ മൊയന്തുകളാണോ ഈ സ്വതന്ത്ര ചിന്തകരെന്ന് പറയുന്ന ആളുകൾ? ഒരു പ്രൊപ്പഗണ്ട പുഷ് ചെയ്തതിൻ്റെ സാധനം അതിനെ ഡിബങ്ക് ചെയ്യാനും അത്രയും സമയം എടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര എഫേർട്ട് ബാക്കിയുള്ളവർ എടുക്കണമെന്ന്. ഇതൊക്കെ പറയേണ്ടതെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും ഈ സാധനം വീണ്ടും എടുത്തിട്ട് ഇങ്ങനെ ഇത് നരേറ്റ് ചെയ്യുമ്പോൾ കൂടെ ഉള്ളവനൊരു വൃത്തികേട് കാണിക്കുമ്പോൾ എടാ ഇത് ചെയ്യുന്നത് വൃത്തികേടല്ലേ എന്ന് പറയാനുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അനസ് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ പ്ലേ ചെയ്തതെന്നുള്ളത്. അതിൻ്റെ ക്രെഡിറ്റ്സ് ആർക്കാണ് കൊടുത്തതെന്ന് അവിടെ നോക്കിയാൽ മതി. അനഡോളുവിൻ്റെ സൈറ്റിൽ അതിൽ ഇൻഫർമേഷൻ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ നമുക്കൊരു എക്സൽ ഷീറ്റ് ആക്കിയിട്ട് താഴെ പിൻ ചെയ്യാം. അൺലിമിറ്റഡ് ആയിട്ട് എഡിറ്റ് ചെയ്യാത്ത ലിങ്ക് കേട്ടോ. ചില ലിങ്കുകളൊക്കെ നമ്മൾ കണ്ടതാണ്, ആ ലിങ്ക് പോലെയല്ല. നമുക്കൊരു ലിങ്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഇടാം ഇത് കഴിഞ്ഞിട്ട്. അതുപോലെ പിന്നെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ആളുകളെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് എടുത്ത സാധനമാണിത്. ഈ ഒരു ഫോട്ടോ. ഇതെന്താണ്? ഒരു ലേഡി, 2 കുട്ടികൾ, 2 പൂച്ചകളും. ഇതെന്താണ്? ബാക്കിൽ ഡിനോസറും. നിങ്ങളെന്താ പറയുന്നത്? ഗാസയിൽ ഈ ചിത്രം കണ്ടിട്ടും നിങ്ങൾ കരൾ അലിയുന്നില്ല എങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല. ഈ ചിത്രമാണ് എന്നെ മാറി ചിന്തിപ്പിച്ചത്. ആ അമ്മയുടെ 4 കൈയും തൊട്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഇനി മുതൽ ഞാൻ ഇസ്രായേലിൻ്റെ ഒപ്പമല്ല. പരിഹസിക്കുകയാണ്. എന്ത്? ഏതോ ഒരുത്തൻ, ഇതേപോലുള്ള ഏതോ ഒരു വെട്ടാവളിയൻ എന്ത് ചെയ്തു? AI ജനറേറ്റ് ചെയ്തിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് അത് ഇതിനു വേണ്ടി പ്രചരിപ്പിക്കുന്ന ഫോട്ടോ ആണെന്ന്
ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, നരേറ്റീവ് പുഷ് ചെയ്യുക. ഈ ഫോട്ടോ വെച്ചിട്ടാണോ ആളുകൾ ഇപ്പോൾ നേരത്തെ 2 പേരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണിച്ചു, ഇതുപോലൊരു ഫോട്ടോ അതിലുണ്ടോ? ഇങ്ങനെയാണ്, ഇങ്ങനെ AI ജനറേറ്റ് ചെയ്തിട്ടാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ മീഡിയകൾ കാണിക്കുന്നത്. ക്രെഡിബിളായിട്ടുള്ള മീഡിയാസ് ഇല്ലേ, അവർ വെരിഫൈ ചെയ്യില്ലേ ഈ ഫോട്ടോസൊക്കെ AI ജനറേറ്റഡ് ആണോ എന്നൊക്കെ. ഏതെങ്കിലും ഫോട്ടോ ഇവരെ പരിഹസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് അതിട്ട് പരിഹസിക്കുക ഭയങ്കര ക്രൂരമായിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, വളരെ ക്രൂരമായിട്ടാണ് ഈ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ക്രൂരത ആർക്കാണ് ഉണ്ടാവുക സാധാരണ എന്ന് ചിന്തിച്ചാൽ മതി. ഇങ്ങനെ നരേറ്റീവ്, ഇങ്ങനെ പ്രൊപ്പഗണ്ട പുഷ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ഫോട്ടോ ഇനി ഡീബഗ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ബേസിക് ബുദ്ധിയുള്ള ഒരാൾ ചിന്തിച്ചാൽ മതി. ഇങ്ങനൊരു സാധനം ഇത് AI ജനറേറ്റഡ് ആണ്, ഇതൊന്നുമല്ല ഒറിജിനൽ ഫോട്ടോ എന്ന് ബേസിക് ചിന്തിച്ചാൽ മതി. അത് വെച്ചിട്ട് ആരും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ഏതെങ്കിലും മീഡിയ പബ്ലിഷ് ചെയ്തതാണോ അത്? ഈ പറഞ്ഞ ഫോട്ടോസ് എല്ലാം ക്രെഡിബിൾ അല്ല, ഇതുപോലെ ഇങ്ങനെ ജനറേറ്റ് ചെയ്തതാണെന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു സാധനം ഇട്ടിട്ട് കൊടുക്കുകയാണ്. അതേപോലെ വേറൊരു സൗദി അറേബ്യയിലുള്ള ഇന്നലെ ഇറങ്ങിയൊരു വീഡിയോ ആണ്. എന്താണ്? ഗാസയിലെ പട്ടിണി അത് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് ഇനിയും നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ആവട്ടെ നിങ്ങൾ ഇസ്രായേൽ സൈനിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നത് കഷ്ടം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സൗദി അറേബ്യയിലുള്ള ഒരു ഫിലിം മേക്കർ, എന്താ അയാളുടെ പേര്, ഫവാസ് അലി എന്ന് പറഞ്ഞിട്ടുള്ള അയാളെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് ഇത് കാണുന്നത്. അതിൽ അയാൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അയാൾ ഷൂട്ട് ചെയ്ത് അയാളെ പ്രൊഫൈൽ പരിശോധിച്ചാൽ മതി. അയാളുടെ പ്രൊഫൈലിൽ എന്താണ്? ഡയറക്ടർ, ആക്ടർ, ഡിസൈനർ, പ്രൊഡ്യൂസർ. അയാളൊരു ഫിലിം മേക്കറാണ്. അയാൾ ഇതേപോലുള്ള കുറേ ഇത് മാത്രമല്ല, അയാൾ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അയാളൊരു ഒരു പട്ടാളത്തിൽ പോകുന്ന സാധനങ്ങളും അയാളുടെ പ്രൊഫൈൽ പരിശോധിച്ചാൽ മതി. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അയാൾ ഈ ഗാസയ്ക്ക് വേണ്ടി ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അയാൾ തന്നെ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ ഇടുമോ? മൊയന്തല്ലേ അങ്ങനെ മൊയന്തുകളല്ലേ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അതായത് ഞാനൊരു ഇതിന് വേണ്ടി പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് ആ ഫോട്ടോൻ്റെ ബിഹൈൻഡ് സീൻ ഞാൻ എൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമോ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞ് പരിഹസിക്കാറില്ലേ? ഇത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ആരെയും ചെയ്യുന്നു? അയാൾ തന്നെ അയാളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു ഈ വീഡിയോ ബിഹൈൻഡ് ദ സീന്, എന്നിട്ട് ഈ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാണെന്നുള്ളൊരു നുണ പറയുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് ഈ ആളുകളെ പരിഹസിക്കുന്നു. എന്നാൽ ഒറിജിനൽ ഫോട്ടോസ് ഉണ്ടെന്നേ. നിങ്ങൾ അനസിൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അലി ജദർലയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്ക്. ഈ പറഞ്ഞ 2 ആളുകളാണല്ലോ ഇപ്പോൾ ഇവിടെ ലൈം ലൈറ്റിൽ വന്നിട്ടുള്ളത്. അവരിങ്ങനെയാണോ ചെയ്തത്? എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത്? ഈ പറഞ്ഞ സ്ഥലത്ത് പട്ടിണിയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ ഭക്ഷണത്തിന് ക്ഷാമമുണ്ട്, ഫാമിനുണ്ട്, വംശഹത്യ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. ഇത് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ജനോസൈഡ് ഉണ്ടെന്നും പട്ടിണി ഉണ്ടെന്നും ആളുകൾ ബുദ്ധിമുട്ടുണ്ടെന്നും ആൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്നും അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതാവേണ്ടതുണ്ടെന്നും ആളുകൾ പറയുമ്പം അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹമാസ് 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 എല്ലാത്തിനും ഇപ്പോൾ സൊല്യൂഷൻ ഹമാസ് 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 എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ ഉണ്ടാവും? അപ്പം ശരിക്കുള്ള പ്രശ്നം എന്താണെന്നുള്ളത് ആരും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ അവിടെ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് അവിടുത്തെ പ്രൈം മിനിസ്റ്ററും അവിടുത്തെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിച്ചാൽ മതി. കുറച്ച് നമുക്ക് കൂടെ ഒന്ന് വേണമെങ്കിൽ പ്ലേ ചെയ്യാം. ആദ്യം നെതന്യാഹു എന്താ പറഞ്ഞതെന്ന് കേട്ടു നോക്കാം. You must remember what Amalek has done to you, says our Holy Bible, and we do remember, and we are fighting. Our brave troops and combatants who are now in Gaza or around Gaza and in all other regions in Israel are joining this chain of Jewish heroes, a chain that has started 3,000 years ago from Joshua ben Nun until the heroes of 1948, the Six-Day War, the 73 October War, and all other wars in this country. Our hero troops, they have one supreme main goal: to completely defeat the murderous enemy and to guarantee our existence in this country. We've always said, never again. Never again is now. അതെ, നെവർ അഗെയിൻ. ആരാണ് ശത്രു? അമലേക്കർ നമ്മളെ ശത്രുവായിരുന്നു. അമലേക്കരുടെ എങ്ങനെയാണ് നേരിട്ടത്? അമലേക്കർക്ക് എന്താ സംഭവിച്ചതെന്ന് ബൈബിൾ പരിശോധിച്ചാൽ മതി.
അവിടുത്തെ കുട്ടികളെ പോലും എന്താണ് ചെയ്തതെന്ന്. അമലേക്കരെ പോലുള്ള ശത്രുക്കളാണ്. അവരെന്താ ചെയ്യേണ്ടത്? അമലേക്കർക്കുള്ള പരിണിത ഫലമാണ് എന്താണോ അതാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് പ്രൈം മിനിസ്റ്റർ പറയുകയാണ്. പക്ഷേ ഇവിടെയുള്ള സയനിസ്റ്റ് തത്തകൾക്ക് അത് കേൾക്കേണ്ട കാര്യമില്ല. എന്നാലും ചോദിക്കുക, ഇവിടെയുള്ള സയനിസ്റ്റ് തത്തകൾക്ക് അതൊന്നും വിഷയമല്ല. അതിൽ മതം പോലും ഇവിടെ വിഷയമല്ല. ഇവരൊക്കെ നിരീശ്വരവാദികളാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇയാൾ പറഞ്ഞ ബൈബിളൊക്കെ കോട്ട് ചെയ്തിട്ടുള്ള ഈ സാധനങ്ങളെ പണ്ടത്തെ ഒരു വാഗ്ദത്ത ഭൂമി അന്വേഷിച്ച് വന്നിട്ടുള്ള ആൾക്കാർ ആ പറഞ്ഞ വാഗ്ദത്ത ഭൂമിയിൽ ദൈവം തന്ന സ്ഥലമാണ്, അവിടുന്ന് ആളുകളൊക്കെ ഒഴിഞ്ഞു മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻ്ററീസിലൊക്കെ ഇഷ്ടം പോലെ ഇതേപോലെയുള്ള അവിടെയുള്ള ആളുകൾ, ഈവൻ ഈ സയനിസ്റ്റ് സെറ്റിലർ കോളനി സെറ്റിൽ ചെയ്യുന്ന നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പറഞ്ഞ അതേ സാധനം തന്നെ ഇന്നുള്ള ആളുകൾ അതേ സാധനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഡാനിയലേനെ പോലുള്ള ആളുകൾ ഇവരൊക്കെ പറയുന്നുണ്ട് ഈ സാധനം. ഇതൊന്നും ഇവിടെ ആർക്കും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെയുള്ള പ്രോബ്ലം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കേണ്ട കാര്യം പോലും ഇല്ല ഇവർക്ക്. ആ ചരിത്രത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. കാരണം ആ ചരിത്രം ഒരുപാട് പല ആളുകളും ഡിസ്കസ് ചെയ്തതാണ്. അത് 2-3 പോസ്റ്റായിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്. അത് വായിക്കാൻ താല്പര്യമുള്ളവർ വായിക്കുക. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ അവിടെ എന്താണോ പലസ്തീനികളോട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പ്രൈം മിനിസ്റ്റർ അമലേക്കരോട് ചെയ്ത പോലെ അമലേക്കർക്കുള്ള പരിണിത ഫലമായിരിക്കും. അമലേക്കരാണ് ശത്രുക്കൾ. അമലേക്കരെ പോലുള്ള ശത്രുക്കളാണ് ഈ പറഞ്ഞ ഗാസയിലും വെസ്റ്റ് ബാങ്കിലുള്ളത്. ഈ പലസ്തീനികൾ അമലേക്കരാണ്, അതേപോലെയാണ് എന്ന് പറയുമ്പോൾ അവരോട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അവളുടെ നേതാക്കൾക്ക് അറിയാം. പക്ഷെ ഇവിടെയുള്ള ആളുകൾക്ക് അറിയില്ല. അത് ഇനി വേറെ ഒരാളും കൂടെ കേൾക്കാം, വേറൊരു മിനിസ്റ്റർ. אבי דיכטר, כשאנחנו רואים את התמונות של מיליון תושבי עזה הולכים עם דגלים לבנים דרומה, זאת אחת ממטרות, זה מטרה פסיכולוגית של המבצע? זה בראש ובראשונה... זה אירוע אסטרטגי, זה זמני? זה בראש ובראשונה אירוע מבצעי. צריך להבין, יש לנו שם הרבה מאוד לוחמים שלנו, שצריכים לפעול בשטח מאוד מאוד צפוף. לפעול בשטח צפוף, כמו שם, שהוא רווי באוכלוסייה, אתה רוצה לצמצם את מספר האנשים האזרחים. אני רק שואל אם זה יוצר תודעה של נכבה, או שזה משהו זמני. יהיה להם לאן לחזור? אנחנו עכשיו מגלגלים בעצם את נכבת עזה, אם תרצה, נכבת עזה. מקדמים. זו נכבת עזה. מבחינה מבצעית אין אפשרות לנהל מלחמה, כמו שצה"ל רוצה לנהל אותה בתוך שטחי עזה, כשההמונים נמצאים בין הטנקים ובין החיילים. זו נכבת עזה, אבי דיכטר. נכבת עזה 2023. וככה זה ייגמר גם? פליטות? הם עצמם מתחילים. רגע, זאת אומרת, הם לעזה לא חוזרים? לעיר עזה. תראה, אני לא יודע איך זה ייגמר בסופו של דבר, כי תזכור שהעיר עזה יושבת על שליש מהרצועה. חצי מהאוכלוסייה, אבל שליש מהרצועה. יש עוד 2/3 מעזה, מחנות המרכז, ח'אן יונס ורפיח, יש עוד 6 מחנות פליטים. כן. בחלק הצפוני יש רק 2 מחנות פליטים. ישב כאן... אבל רק 2. എന്താണ് അവിടെ? ഇത് ഗാസയുടെ നെക്ബയാണ്. നെക്ബയിൽ എന്താ സംഭവിച്ചത്? ജെറിയാസീനിലും അതുപോലുള്ള 500ഓളം ഗ്രാമങ്ങളിൽ ആളുകൾ എന്താ ചെയ്തത്? അവിടുന്ന് പലായനം ചെയ്ത് 7 ലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്ത് പോവേണ്ടി വന്ന സ്ഥലം, വീട് വിട്ടിറങ്ങി പോവേണ്ടി വന്ന സ്ഥലം, കൂട്ടക്കൊല നടന്ന സ്ഥലം. അവിടുന്ന് ആ പോയത് പോലെ ഗാസയ്ക്കുള്ള നെക്ബയാണ് ഇതെന്നാണ് പറയുന്നത്. അവിടെ ആളുകൾ കുറയണം. തിരിച്ചു വരാൻ കഴിയുമോ? അതൊന്നും അറിയില്ല മുമ്പർക്ക്. ഒന്നും അറിയേണ്ട കാര്യമില്ല. തിരിച്ചു വരാൻ കഴിയില്ല. റൈറ്റ് ടു റിട്ടേൺ അംഗീകരിക്കാത്ത ആളുകളാണല്ലോ. ഇനി വേറൊരാൾ. מוריי ורבותיי, אנחנו יכולים לחזור לגוש קטיף. אנחנו יכולים להקים את כפר דרום. אנחנו יכולים להקים מחדש את נצרים, את עצמונה. אנחנו יכולים לחזור הביתה, ואנחנו יכולים לעשות עוד דבר, לעודד הגירה, לעודד הגירה, לעודד הגירה. האמת היא שזה הפתרון הכי מוסרי, הכי נכון, לא בכפייה, אבל להגיד להם, אנחנו נותנים לכם את האפשרות, לכו מכאן לארצות אחרות, ארץ ישראל שלנו. എങ്ങനെയുണ്ട്? ഇത് ഇസ്രായേലിൻ്റെ ലാൻഡാണ്. ഇവിടെ മൈഗ്രേറ്റ് ചെയ്യണം. വേറെ ഓപ്ഷനൊന്നുമില്ല. നിങ്ങൾക്ക് ഓപ്ഷൻ തരികയാണ്. എന്താ ഓപ്ഷൻ? ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യണം, വേറെ രാജ്യങ്ങളിലേക്ക് പോകണം, ഇവിടുന്ന് മൂവ് ചെയ്യണം, മൂവ് ഔട്ട്. ഇത് മൊത്തം ഇസ്രായേലിൻ്റെ ലാൻഡാണ്. ഏതാ നാട്ടുകാരോടാണ് പറയണത്? അവിടെ തലമുറകളായിട്ട് ജീവിച്ചിരുന്ന ആളുകൾ
ഇങ്ങനെ റെഫ്യൂജി ക്യാമ്പിൽ നിന്ന് റെഫ്യൂജി ക്യാമ്പിലേക്ക് ഇങ്ങനെ എത്തി പല സ്ഥലത്തു നിന്ന് ഓടിച്ചിട്ടുള്ള ആളുകൾ അവർ റെഫ്യൂജി ക്യാമ്പിൽ ഒരുപാട് കാലങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. അവിടെ നിന്നും പോകണം. എങ്ങോട്ട് പോകണം? കുറേ രാജ്യങ്ങളുണ്ടല്ലോ, അങ്ങോട്ടൊക്കെ പോട്ടെ അല്ലേ. ഇനി വേറെ ഒരുത്തൻ. We are putting a complete siege on Gaza. No electricity, no food, no water, no gas. It's all closed. We're fighting animals and are acting accordingly. എന്താണ്? വാട്ടർ, ഫുഡ്, ഗ്യാസ് ഇതെല്ലാം ഒന്നും കൊടുക്കില്ല. ഗ്യാസും വാട്ടറും പിന്നെ ഭക്ഷണമൊക്കെ അവരെ കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ അവരാണ് അതിലെ ഉള്ളിലേക്ക് ഗാസയിലേക്ക് എന്ത് വരണം എന്ത് വരണ്ട എന്ന് തീരുമാനിക്കുന്നത് കുറേ കാലങ്ങളായിട്ട് അവർ തന്നെയാണ്. അത് അവരങ്ങ് തടയുവാണ് എന്ന് അവിടുത്തെ മിനിസ്റ്റർ പറയുമ്പോൾ, മിനിസ്റ്റർ പറഞ്ഞാൽ നമുക്ക് വേണ്ട, നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഹമാസ് 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 എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഫുഡ് എത്തുന്നില്ല, അല്ല ഹമാസ് ഹമാസ് ഹമാസ്. അവിടെ മിനിസ്റ്ററാണ് പറയണത് തടയുമെന്ന്. മിനിസ്റ്ററാണ് പറയുന്നത് തടയുമെന്ന്, വെള്ളം തടയുമെന്ന്. അവരുടെ നാട് പിടിച്ചെടുത്തിട്ട് അവരുടെ നാട്ടിലെ എല്ലാ റിസോഴ്സസും ഇവർ പിടിച്ചെടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു? റേഷനായിട്ട് കൊടുക്കുന്ന സാധനം എന്നിട്ട് തടയുകയാണ്. എന്നിട്ട് ആ തടയുന്നത് മിനിസ്റ്റർ പറയുമ്പോൾ മിനിസ്റ്റർ പറഞ്ഞത് ഓക്കെ അല്ലേ? ഇവിടെയുള്ള ആളുകൾക്ക് എന്താണ്? ഇൻറ്റൻഷൻ ഇല്ല, അതുകൊണ്ട് ജനസൈഡ് എന്ന് വിളിക്കാൻ പറ്റില്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യാവകാശ സംഘടനകളും നുണയാണ് പറയുന്നത്, ഒക്കെ ഹമാസാണ്. ആരാണ് ഇപ്പോൾ ഹമാസ് അല്ലാത്തത്? ബെഞ്ചമിൻ നെതന്യാഹുവും മൂപ്പരെ കുറച്ച് കമ്പനിക്കാരും ഇവിടെയുള്ള കുറച്ച് ലെറ്റ് എവിഡൻസ് ലീഡ് തത്തകളും ഇവരാണിപ്പോൾ ആകെ സമ്മതിക്കാത്തുള്ളൂ. ഇൻറ്റൻഷനൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതാർക്ക് മനസ്സിലായി? അവിടെ വാർ ക്രൈമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് വാർ ക്രൈമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ മുൻ പ്രധാനമന്ത്രി പറഞ്ഞു കേട്ടു നോക്ക്. Particularly in the last few days was the statements made by Israeli cabinet ministers, the leading cabinet ministers, that say we should starve Gaza. What is it if not a war crime? I mean, how can a serious person representing the Israeli government can spell it out in such an explicit manner that we should starve Gaza, that there should be no supply of basic fundamental humanitarian needs to a couple of millions people living there. They are terrorists that we need to fight, but this is not a war against Hamas. This looks more and more like a political war of the Israeli Prime Minister and the cabinet and the group of thugs which are now representing the Israeli government inside Israel and across the world are committing actions which can't be interpreted in any other way. ഇതാണ് യഹൂദ് ഓൾമോട്ടാണ് എന്ത് പറയുന്നത്? ഈ മിനിസ്റ്റേഴ്സ് പറയണതൊക്കെ അത് വാർ ക്രൈമാണെന്ന്. ഇൻറ്റൻഷനാണ് അവിടെ തെളിയുന്നത്. എന്നിട്ട് അതാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഈ പറഞ്ഞ ഷോർട്ടേജസ് ഉണ്ടാകുന്നത്. അവിടെയാണ് ആളുകൾക്ക് സ്ഥലം വിട്ട് ഇങ്ങനെ മാറി താമസിക്കേണ്ടി വരുന്നത്. അവിടെയാണ് ആളുകൾ, കുട്ടികളും സ്ത്രീകളും എല്ലാവരും കൊല്ലപ്പെടുന്നത്. ഇന്ന് അവരൊക്കെ പറയുന്നു, ആ പറയുന്നതൊക്കെ വാർ ക്രൈമാണെന്ന് യഹൂദ് ഓൾമോട്ട് പറയുന്നു. നമുക്ക് വേണ്ട, നമുക്ക് തെളിവല്ല, നമ്മൾ എവിഡൻസ് വേറെ എവിടെ കിട്ടണം. നമുക്ക് എന്താ വെച്ചാൽ ഇസ്രായേലിൻ്റെ ഇതേപോലുള്ള ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് തരണം, അല്ലെങ്കിൽ IDFൻ്റെ ടെലിഗ്രാം ചാനലിൽ നിന്ന് കിട്ടണം. അപ്പോൾ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. നമുക്കതാണ് തെളിവ്. നമ്മളെ ലീഡ് ചെയ്യണ എവിഡൻസ് അവിടെ നിന്നാണ് വരിക. നമ്മളെ സാറിനോ അങ്ങനെ ഉണ്ടാവും. 1-2 ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസ് ആണോ ഇത് പറഞ്ഞിട്ടുള്ളത് അവിടെ നടക്കുന്നത് ജനോസൈഡാണെന്ന്? അല്ല, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാണെന്ത്? IAGS, ഇൻ്റർനാഷണൽ അസോസിയേഷൻ ജനസൈഡ് സ്കോളേഴ്സ്. ആ അസോസിയേഷൻ്റെ ക്രെഡിബിലിറ്റി ഇതേപോലെ ഉടായ്പ സാധനം വെച്ചിട്ട് ഈ പറഞ്ഞ ഇസ്രായേൽ മീഡിയ ഇറക്കി വിട്ട നരേറ്റീവ് ആയിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ഈ ഉടായ്പായിട്ട്. ആ സ്കോളേഴ്സിനെതിരെ, ആ സ്കോളേഴ്സിൻ്റെ അസോസിയേഷനെതിരെ. ഏത് ഉടായ്പ്? നേരത്തെ ഫോട്ടോയിൽ കാണിച്ച തട്ടിപ്പ് പോലെ അതേ ഉടായ്പ് കാണിച്ചിട്ട്. ഈ പറഞ്ഞ ജനസൈഡ് സ്കോളേഴ്സിൻ്റെ മുമ്പുള്ള റെസൊല്യൂഷൻസ് ഏതൊക്കെയായിരുന്നു? 97 അർമേനിയൻ ജനോസൈഡ് റെസൊല്യൂഷൻ അല്ലേ? ക്രെഡിബിളാണോ ആ ലിസ്റ്റിൽ? ആ ജനോസൈഡ് സിംബാബ്വേക്കെതിരെ 2005, ഡാർഫർ 2005, ഇറാനെതിരെ. നോക്കണം, ഹമാസിൻ്റെ ഓർഗനൈസേഷനാണല്ലോ അല്ലേ? ഇറാനെതിരെ റെസൊല്യൂഷൻ ഉണ്ട്. 2007 അസീറിയൻ ഗ്രീക്ക് ജനസൈഡ്. സിറിയയിൽ 2012 ജനസൈഡ് എന്ന്. ISISനെതിരെ 2016 ജനസൈഡ് റെസൊല്യൂഷൻ. രോഹിംഗ്യൻ റെസൊല്യൂഷൻ 2020 മ്യാൻമാറിൽ നടന്നതിന്.
ഉയ്ഗർ 2022, പിന്നെ ബംഗ്ലാദേശിൽ ജനസൈഡ് നടന്നതിനെ കുറിച്ചിട്ട് 2023 റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. പിന്നെന്താ, കുർദിഷ് ജനസൈഡ് 2023 റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അവിടെ ഒക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ആകെ പ്രശ്നമുള്ളത് എന്താണ്? ഗാസയിൽ നടക്കുന്ന ജനസൈഡാണെന്ന് 2025 പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ഓർഗനൈസേഷൻ ക്രെഡിബിൾ അല്ല. ആ സ്കോളേഴ്സൊക്കെ മൊയന്തകളാണ്, നിങ്ങളെപ്പോലെ തന്നെ അല്ലേ? അങ്ങനെയല്ലേ പറയണത്? ഒരു വിഷയത്തിൽ അതിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ പറയുകയാണിത് ഇതാണ്, ടെക്നിക്കലി ഇത് ഇങ്ങനെയാണ്, ടെക്സ്റ്റ് ബുക്ക് സാധനം ഇതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട, നമുക്ക് നമ്മളെ സാറ് പറയണം. ആര്? നെതന്യാഹു സാറും മറ്റേ സാറും. അപ്പോൾ മാത്രമേ നമുക്കിത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നിട്ട് ഇതേപോലെ ഉഡായിപ്പ് സാധനം ഈ പറഞ്ഞ ഇസ്രായേൽ സയനിസ്റ്റുകൾ ഇറക്കി വിടുന്ന പ്രൊപ്പഗണ്ട വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ ക്രെഡിബിലിറ്റി പോരാ. ആകെപ്പോഴുള്ള ക്രെഡിബിലിറ്റി എന്താണ്? ഇവർക്കെതിരെ പറഞ്ഞില്ലെങ്കിൽ ക്രെഡിബിലിറ്റിയാണ്. ബാക്കി എല്ലാവർക്കെതിരെ പറഞ്ഞാലും കുഴപ്പമില്ല, ഇസ്രായേലിനെതിരെ പറയരുത്. അപ്പോൾ ക്രെഡിബിലിറ്റി ലേശം മോശമാണ് അല്ലേ? അടുത്തതാരാണ് ജനസൈഡെന്ന് പറയുന്നത്? UN സ്പെഷ്യൽ കമ്മിറ്റി. UN ഒരു കമ്മിറ്റിനെ തീരുമാനിച്ച ആ കമ്മിറ്റി കണ്ടെത്തിയതാണെന്ത്? ഇത് ജനസൈഡാണെന്ന്. നമുക്ക് പറ്റില്ല. UN ആരാണ്? ഹമാസാണ്. UN ഹമാസാണ് അല്ലേ? UN സ്റ്റാഫുകളൊക്കെ ഹമാസാണ്. അപ്പോൾ അത് പറ്റില്ല. പിന്നെ ഏതാണ്? ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ഒരിക്കലും പറ്റില്ലല്ലോ. ആംനസ്റ്റി ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷനായിട്ട്, ഹമാസിൻ്റെ ഓർഗനൈസേഷനാണ് അല്ലേ? അങ്ങനെയല്ല പറയണത്. പക്ഷേ ഈ പറഞ്ഞ അംനസ്റ്റിൻ്റെ ബാക്കി എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് വേണം, വേറെ ആർക്കെങ്കിലും എതിരെ. ഈവൻ ഹമാസിനെതിരെ പല റിപ്പോർട്ടുകളും കൊടുത്തിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണ്. ഇസ്രായേലിനെതിരെ മാത്രം പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് ഹമാസ് ആയിരിക്കും. ഇനി അതൊക്കെ പോട്ടെ, ഇസ്രായേലിനുള്ളിലുള്ള ഓർഗനൈസേഷൻ ഏതാണ്? ബെത്സ്ലേം. ആ ഓർഗനൈസേഷൻ ഇതാ കൊടുത്തിട്ടുണ്ട് ജനസൈഡാണെന്നും പറഞ്ഞിട്ട്. അവർ വെറുതെ ജനസൈഡ് എന്നല്ല പറഞ്ഞത്, അവർ ജനസൈഡ് ബെത്സ്ലേം പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് ഹാപ്പനിങ് നൗ. ഞങ്ങളുടെ ജനസൈഡാണിത്. ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷനാണ്. ഇതാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇസ്രായേൽ ഈസ് കമ്മിറ്റിംഗ് ജനസൈഡ്. അവരുടെ അക്കൗണ്ടുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്ക്. സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊക്കെ കാണാം കൃത്യമായിട്ട്. അവരിതാ ഒരു ജനസൈഡ് എ ഡെലിബറേറ്റ് പോളിസി. ബെത്സ്ലേമിൻ്റെ ആണ്, ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ളതാണ്, പുറത്തുള്ളതല്ല. ഹമാസിൻ്റെ ഓർഗനൈസേഷൻ ഇനി ഇസ്രായേലിന് വർക്ക് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണല്ലോ നിങ്ങൾ പറയണത്. ഹമാസിൻ്റെ ബെത്സ്ലേം ഇസ്രായേലിൻ്റെ ഉള്ളിലും വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസ് ഇതേപോലെ ജനസൈഡാണ് എന്നൊക്കെ പറയുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വാർ ക്രൈം ആണെന്ന് പലപ്പോഴും നിങ്ങൾ സമ്മതിക്കാറില്ലെന്നേ. വാർ ക്രൈം നടക്കുന്നു എന്ന് അവിടുത്തെ യഹൂദ് ഓൾമോട്ട് പറഞ്ഞാലും നിങ്ങൾക്ക് ഓക്കെ അല്ല. നിങ്ങൾക്ക് ബെഞ്ചമിൻ നെതന്യാഹു പറയണം. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ട്വിറ്റർ ഹാൻഡിലോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലോ അവരുടെ പ്രൊപ്പഗണ്ട മെഷീനറിയോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഴം വിഴുങ്ങിയിരിക്കും. ഇതെല്ലാം നടക്കുന്നത്. ഇതാ ബെത്സ്ലേം പുറത്തുവിട്ട വീഡിയോസ്.
ഇസ്രായേലിനുള്ളിലുള്ള ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷനാണ്. IPC ഫുഡ് ഷോർട്ടേജിൻ്റെ റിക്വസ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് അതിനെതിരെ കത്ത് യോജന ലെറ്റർ അയക്കണം, തെറ്റാണെന്നും പറഞ്ഞിട്ട്. അതൊന്നും നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഈ ആളുകളൊന്നും നിങ്ങൾക്ക് ക്രെഡിബിൾ അല്ല. നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി ആകെ ഉണ്ടാകുന്നതാണ് നമ്മുടെ സാറുമാരുടെ പ്രൊപ്പഗണ്ട മിഷനറി. നമുക്ക് വാട്സപ്പിലോ ടെലിഗ്രാമിലോ അവരുടെ സോഷ്യൽ മീഡിയയിലോ പോസ്റ്റ് ചെയ്താൽ നമ്മളെടുത്തിട്ട് നേരെ ആഘോഷിക്കും. നിങ്ങൾക്ക് പറ്റുള്ളൂ. എന്നാൽ ക്രെഡിബിളായിട്ടുള്ള ഒരു ന്യൂസ് ഏജൻസി അവിടെ പോയിട്ട് ആ റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കുമോ? അത് അനുവദിക്കില്ല. അങ്ങനെ കുറേ ന്യൂസ് ഏജൻസി ഉണ്ടല്ലോ, അവരൊക്കെ പോകാൻ തയ്യാറാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് PS മോർഗന് ഈ പറഞ്ഞ അംബാസഡറോട്, UK അംബാസഡറോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് നിങ്ങൾ മീഡിയനെ അകത്തേക്ക് വിടാത്തതെന്ന്. അവർ തടയുന്നതാണ്. ഹമാസ് അല്ല അവിടെ തടയുന്നത് ഈ മീഡിയനെ. അവിടെ തടയുന്ന ആരാണ്? ഇസ്രായേലാണ് തടയുന്നത്. എന്തിനായിരിക്കും തടയുന്നത്? മീഡിയ വന്നിട്ട് ഒരു ബയസില്ലാത്തൊരു റിപ്പോർട്ട് നടത്താൻ മീഡിയ അനുവദിച്ചാൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ആർക്കാണ് ഇത്ര ഭയം? അതിന് പറയുന്ന മറുപടി ഒന്ന് കേട്ട് നോക്ക്. We are coming to the point where journalists will be allowed to get into Gaza as long as there is no risk for them. And you know It's got nothing to do with you, the risk to journalists. It's not your problem. From my point of view, it's not your problem. once there is no risk to their life, I'm sure what they'll a be load allowed of to get in. flannel, Ambassador. Don't treat us like idiots, please. We're not idiots. You're not doing it for our safety. You've banned the journalists so that they don't report on what is actually happening. Only you know why you're doing that. I don't know. Maybe you're doing everything completely fairly. Maybe it is the most moral war ever waged in history, as you keep saying. But the longer it goes on without you allowing journalists in, the less people believe that, and the more people believe you have something to hide. എന്തോ മറക്കാനുള്ളവർ മാത്രമേ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളൂ. ജേർണലിസ്റ്റുകൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല ആണെന്നാണ് പറയുന്നത്. അവരെന്താ കടത്തിവിടാത്തത്? അവിടെ നിങ്ങൾക്ക് ഈ സാധനം സത്യം പുറത്തു വരുന്നത് സമ്മതിക്കാൻ പറ്റില്ല. എന്നിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ ലോക്കൽസിനെ പിടിച്ചിട്ട് റിപ്പോർട്ടറാക്കിയിട്ടൊന്ന് ആലോചിച്ച് നോക്കണം. ചെയ്യുന്ന ഇതുപോലുള്ള ഫോട്ടോഗ്രാഫിനെ നിങ്ങൾ ഉടായ്പാണെന്ന് പറയും. വേറെ ആളെ കയറ്റി വിടില്ല. കയറ്റി വിട്ടാൽ ഉടായ്പ് തകരുമല്ലോ അല്ലേ? വേറെ ആളെ കയറ്റി വിട്ട് ഒറിജിനൽ ഫോട്ടോ വരട്ടെ, അത് പറ്റില്ല. അവിടെയുള്ള ആളുകൾ കഷ്ടപ്പെട്ടൊരു ഫോട്ടോ എടുത്തിട്ട് ഇതേപോലെ അയക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ ഇതേപോലെ നമ്പർ ഇറക്കും. അത് ആരെങ്കിലും എടുത്തുനിന്ന് പബ്ലിഷ് ചെയ്താൽ ടൈംസ് മാഗസിൻ്റെ കവർ പേജ് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റേജ്ഡ് ആണെന്ന് പറയും. സ്റ്റേജില്ലാത്ത ആളുകൾ എവിടുന്ന്? സ്റ്റേജ് ചെയ്യാത്ത ഇത്ര ഏജൻസികളുണ്ട്. അവർ പോയിട്ട് റിപ്പോർട്ട് ചെയ്യട്ടെ ഗാസയിൽ. അതെന്താ പറ്റാത്തത്? അത് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇത് അമേരിക്കയിലുണ്ട് ഇതേപോലെ ഒരു ഓർഗനൈസേഷൻ, AIPAC എന്ന് പറഞ്ഞിട്ടുള്ള. ആ AIPACനെ പോലെ ആണ് കേരളത്തിലെ ഇവിടുത്തെ കുറച്ച് സയൻറ്റിഫിക് ടെമ്പർ കൂടിയ ആൾക്കാർ നടത്തുന്നത്. എന്താണ് AIPAC എന്ന് പറഞ്ഞാൽ? അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫെയർ കമ്മിറ്റി, AIPAC. ആ AIPACനെ പോലെ വെറും തത്തയായി മാറുകയാണ്. ആ AIPAC അവിടുത്തെ പൊളിറ്റീഷ്യൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരുടെ ഇലക്ഷനിൽ ഫണ്ട് ചെയ്ത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ പ്രഷർ ചെയ്ത് അവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഈ പറഞ്ഞ ഈ കൂട്ടക്കൊലയ്ക്കും ഇതിനും കൂട്ടു നിൽക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രഷർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ. പേരെന്താണ്? പബ്ലിക് അഫെയറാണ് ഇസ്രായേലിൻ്റെ. വേറൊരു രാജ്യത്തിന് ലോബിങ് നടത്തുകയാണ് അമേരിക്കൻ്റെ ഉള്ളിൽ പോലും. അത് അമേരിക്കയിലെ ജേർണലിസ്റ്റുകൾ തന്നെ സാധനങ്ങൾ പറയുന്നുണ്ട്. ഇത് ഒന്ന് കേട്ട് നോക്കുക. Why are almost every single Republican I'm aware of, other than you and maybe Massey, is like in this weird kind of Israel worship mode all the time? There's a group called AIPAC, and they come and they want to know what's your position on Israel, and they want you to write a paper, and they want to fill you out on your position on Israel. And then if you get elected to Congress, if you win your race, everyone's freshman year, AIPAC will take Republicans and Democrats, new members, on a special trip to Israel. ഉണ്ടല്ലേ? എല്ലാവരും ഏത് പാർട്ടീൻ്റെ ആണെങ്കിലും അവരെ ഈ പറഞ്ഞ ആളുകളെ വെച്ച് കൺട്രോൾ ചെയ്യുകയാണ്. എന്നിട്ട് അവരെ ഇസ്രായേലിൽ കൊണ്ടുപോകും. അവർ ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരെ ഇലക്ഷന് ഫണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഈ രാജ്യത്ത് അങ്ങനെ ഒരു വിദേശ ശക്തികൾ വന്നിട്ട്, ഒരു വിദേശ രാജ്യം വന്നിട്ട് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? ആളുകൾ എന്തായിരിക്കും പറയുക? എങ്ങനെയാണ് നിങ്ങൾ കാണുന്നതിനെ? ഇതവിടെ നോർമലാണ്. ടക്കർ കാൾസൺ ചോദിക്കുമ്പോൾ അത് സമ്മതിക്കുകയാണ്. വേറൊരാളും കൂടെ കേട്ടു നോക്കാം. Everybody but me has an AIPAC person. What's that mean, an AIPAC person? It's like your babysitter, your AIPAC babysitter, who
is always talking to you for AIPAC. They're probably a constituent in your district, but they are, firmly embedded in AIPAC. And every member has something like this? I don't know how it works on the Democrat side, but that's how it works on the Republican side. And when they come to DC, you go have lunch with them, and they've got your cell number, and you have conversations with them. So I've had that's absolutely crazy. I've had 4 members of Congress say, "I'll talk to my AIPAC person." And it's literally what we call them, my AIPAC guy. I'll talk to my AIPAC guy and see if I can get him to, dial those ads back. AIPAC പേഴ്സൺസ് ഉണ്ടാവും ഓരോ ആളുകൾക്ക്. റിപ്പബ്ലിക്കൻ ആയതുകൊണ്ട് റിപ്പബ്ലിക്കൻ എല്ലാവരും ഉണ്ട്, ഡെമോക്രാറ്റ്സും ഉണ്ട് ഇതേപോലെ. എന്നിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആ രാജ്യത്തിലെ പോളിസി മേക്കിങ്ങിൽ മറ്റേ രാജ്യത്തിന്, ഒരു വിദേശ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രൊപ്പഗണ്ട പുഷ് ചെയ്യാനും അവരുടെ പോളിസിയിൽ ആ കാര്യങ്ങൾ തീരുമാനിക്കാനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇതേപോലെ ഇന്ത്യയിലെ AIPAC പോലെ ആയി മാറി ഇവിടുത്തെ സ്വതന്ത്ര ചിന്തകർ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറച്ച് ആളുകൾ. ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുക, ഇസ്രായേലിൻ്റെ ഫോറിൻ അഫെയർ കമ്മിറ്റിയായി മാറുക. അവിടെ എന്ത് കൂട്ടക്കൊല നടന്നാലും നമ്മളിവിടെ നിന്ന് ന്യായീകരിച്ചാൽ നമ്മൾ സെറ്റാക്കി തരാം. എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വ്ളോഗൊക്കെ ചെയ്യാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റോ കാര്യങ്ങളൊക്കെ അവർ തരികയാണെങ്കിൽ നമുക്ക് അതും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അതിനും ആൾക്കാരുണ്ട്. അത് പല ഇതിലും വന്നതാണ്. പല ഇൻഫ്ലുവൻസേഴ്സിനെ ഇതേപോലെ കൊണ്ടുപോയിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളാക്കി മാറ്റുക. എന്നാൽ അതിന് നിന്ന് കൊടുക്കേണ്ട അവസ്ഥ വരിക. ഇവിടെയുള്ള ആളുകൾ അങ്ങനെയാണെന്നുള്ള എനിക്ക് എൻ്റെ ഒരു തെളിവൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ലോകത്ത്. പക്ഷേ ഇവിടെ പ്രവൃത്തികൾ കാണുമ്പോൾ അതേപോലെ തോന്നുകയാണ്. നല്ല ബോറ് പരിപാടിയാണ് അതല്ലോ. ഇന്ത്യയിൽ AIPAC പേഴ്സൺസാണ് ഇവിടെയുള്ള കുറേ സ്വതന്ത്ര ചിന്തകർ ആയി നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആർക്കും ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ പോകാനുള്ള അനുവദിക്കുന്നുമില്ല. ഇനിയിപ്പോൾ ആകെ പോയിട്ടുള്ളത് കുറേ മിലിറ്ററി പേഴ്സൺസാണ് ഈ പറഞ്ഞ ഗാസയിൽ പോയിട്ടുള്ളത്. അതുപോലെ പോയിട്ടുള്ള ഒരാളാണ് ആൻ്റണി ആഗ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിലിറ്ററി വെറ്ററനാണ്. എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് GHFൻ്റെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ടിൻ്റെ അവരുടെ എയ്ഡിൻ്റെ കൂടെ സെക്യൂരിറ്റി ആയിട്ട് ഈ പറഞ്ഞ ആർമി വെറ്ററൻ പോയിട്ടുണ്ടായിരുന്നു. അയാളുടെ എക്സ്പീരിയൻസ് ഇതേപോലെ ടക്കർ കാൾസൻ്റെ ഇൻ്റർവ്യൂവിൽ അയാൾ പറയുന്നുണ്ട്. ആ ടക്കർ കാൾസൻ്റെ ഇൻ്റർവ്യൂവിൽ മാത്രമല്ല, അതിനു മുമ്പ് ഇയാളുടെ വീഡിയോ തന്നെ ഇയാൾ ഈ വിഷയത്തെക്കുറിച്ച് വിസിൽ ബ്ലോ ചെയ്ത പബ്ലിക്കിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വീഡിയോൻ്റെ താഴെ ലിങ്കായിട്ട് ഇടാം. So the reason for me wanting to come forward and share this story is apolitical. The distribution method, the delivery of aid, is not being done in line with American values. 20 Palestinians were killed while trying to get to food aid distribution sites. My name is Tony Aguilar. I'm a retired Lieutenant Colonel Green Beret from service in the United States Army. I served for a career of 25 years. I've deployed to Iraq, Afghanistan in combat operations and numerous other operational deployments. So I spent a considerable amount of time in Gaza during my 45 days in Israel. I was under a contract by UG Solutions, which is the security apparatus under the Gaza Humanitarian Foundation. I felt it was a noble cause. I felt it was a good mission to feed the people of Gaza. So I did sign up and go on the contract. ടക്കർ കാൾസൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതിൽ പ്രസക്ത ഭാഗങ്ങൾ എന്താണെന്ന് കുറച്ച് നമുക്ക് കേട്ട് നോക്കാം. So you're a retired lieutenant colonel in the United States Army. You went to West Point. You got your commission in the Army straight out of West Point. You served for 25 years in the U.S. Army as a combat infantry officer and a special forces, a Green Beret officer. You were deployed 12 times to Iraq 3 times, Afghanistan 3 times. You were deployed to Syria, Tajikistan, Kazakhstan, Jordan, the Philippines, Malaysia, Thailand, Cambodia, and Vietnam. You saw combat in many of those venues. You're highly decorated. You were wounded in combat, received a Purple Heart. You got a Bronze Star for Valor in combat, an Army Commendation Medal for Valor in combat. And then earlier this year, you found yourself working in Gaza under GHF, and I'll ask you to explain what that is in a moment. You were in Gaza from the 17th of May this year, 2025, through June 26th, 2025, which was last month. Is all of that correct? That is correct, sir. ഉണ്ടല്ലേ, ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ആർമി പേഴ്സണാണ്, ഒരു എക്സ് ആർമി. ഇയാൾ ഈ പറഞ്ഞ ഫുഡ് എയ്ഡ് ഇപ്പോൾ അവിടെ ഇസ്രായേൽ
ആകെ അനുവദിക്കുന്ന ഫുഡ് എയ്ഡിൻ്റെ കൂടെ സെക്യൂരിറ്റി ആയിട്ട് പോയിട്ടുള്ള ഒരാളാണ്. അയാളുടെ എക്സ്പീരിയൻസ് ബാക്കി കേൾക്കാം. The civilian population in Gaza, politics aside, political views, religious positions aside, they are being oppressed. Food, water, education, life, dignity. My motivations in this are patriotic. I want to inform the American people, my fellow citizens, of what's going on in Gaza, what our taxpayers' dollars are funding, and what American citizens on the ground are being faced with. America needs to know. So my initial perceptions of Gaza, just in terms of the physical aspect, is that I would just describe it as post-apocalyptic, something from, you know, the akin to Terminator 2 when the T-100s are walking through the destroyed landscape. It's human depravity. It's the oppression of dignity. It's the entire area, like for example, in the south in Rafah. I saw pictures of Rafah prior to the current war, and there were nice buildings, there were beach resorts, there were, you know, street lights and neighborhoods, and now it is leveled to the ground. There is not a building that stands, and journalists were prohibited or encouraged not to take video or pictures of the overhead scenery, because if the world sees that, I think the world would step back and pause to say, what are we doing? What have we become? You've spent your life in combat zones. That's why I think your testimony is so compelling, because you have a frame of reference. You've seen a lot of destruction and a lot of killing in your life for 25 years. How would you compare what you saw in Gaza to what you've seen in, say, Afghanistan or Iraq? Nothing compares. Nothing I have seen in Iraq, in Afghanistan, in Baghdad, in Mosul, Sadr City, all throughout Afghanistan, Syria, the southern Philippines, some places where there's dense populations. I have never witnessed anything as brutal, destructive, violent, and I would say that steps far over our international laws of how we persecute wars and how we engage in warfare. We've long departed from that standard, and America is a part of it. അയാൾ പോയിട്ടുള്ള എല്ലാ, പിന്നെ ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ഇറാഖിൽ എവിടെ പോയിട്ടാണെങ്കിലും ഇതുപോലൊരു ഡിസ്ട്രക്ഷൻ അയാൾ കണ്ടിട്ടില്ലെന്നാണ് പറയണത്. ഒരു പട്ടാളക്കാരനാണ് പറയണത്. അയാൾ യുദ്ധങ്ങൾ കാണാതിരിക്കുന്ന ആളൊന്നുമല്ലല്ലോ, അല്ലേ? അയാൾക്ക് തോന്നുകയാണ് ഇത് ഭയങ്കര ക്രൂരമാണെന്ന്. ഇത് വിറ്റ്നസ്സാണ്. പുറത്തുനിന്ന് പോയിട്ടുള്ള ഒരാൾ തുറന്ന് പറയാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അയാൾ പറയുന്നതാണത്. കുറച്ചുകൂടെ കേട്ടു നോക്കാം. You know, when I use the term war crimes, people think that, oh, you're just exaggerating. Well, I'm well versed in the protocols of the Geneva Convention, the protocols of the laws of armed conflict, the protocols of international humanitarian law, because I had to know those things as an officer leading men in combat. I didn't have the option. Ignorance was not an option. So some of the things now I don't have it, you know, memorized, but there's some pretty key elements in it that kind of stand out. Like I don't know every word to the Constitution, but I can recite the preamble. So I know what some of them are in terms of what the don'ts are. One thing that struck me as concerning is that there are only 4 secure distribution sites in Gaza under the Gaza Humanitarian Foundation. 4. Prior to the blockade and prior to the stopping of UN aid going in, there were 400. So out of the 4 sites that we have, only 4, 3 of them are co-located within 150 to 200 meters from each other, all of them in the far southwest corner of the enclave near the Egyptian border. It's nowhere near the people that need it. North of the Netzarim corridor, which bisects central Gaza from the north, in the north you have Gaza City and Jabalia. That is where the population right now is the most vulnerable, where you have death, starvation, they're isolated. No aid is going into there, and there's no aid sites there. So prior to us deploying, you know, as a prudent military planner mindset, you know, I'm not in the army anymore, but I didn't, you know, I still carry the skills. I did a little bit what I would call operational preparation of the environment. I did my research, looked at Gaza, figured out the population, where the population centers were, what people ate, where they primarily lived and what they did. And I saw that, okay, well, the entire northern enclave of Gaza is cut off and isolated, and none of the sites that we've put in are in that area. So who are we providing aid to? So the 3 sites out of the 4 that are all the way down in the southern tip of the enclave, all of them are co-located or nearly located with an IDF combat unit. In that area is where the IDF is actively conducting, and this is not an opinion that anybody can refute. This is a fact. You can look it up. The IDF is currently conducting Operation Gideon's Chariots. It's an offensive operation. It's not a defensive. It's not a security. It's not an aid operation. It is an offensive combat operation, and they are conducting that in the south, where all 3 out of the 3 or 4 sites are located. We established secure distribution sites to deliver and distribute humanitarian aid, not only co-located with Israeli combat units, but located in an active combat zone. I can't make it clearer to the leadership there
and to the lawyers that I spoke with at GHF and UG Solutions that is a war crime, verbatim, out of the protocols of the Geneva Convention, which last time I checked, the United States was still a signatory to, and the laws of international laws and international humanitarian law. Clearly, there's no question about it. So in my mind, I was like, this is either complete ignorance or it's intentional. They were intentionally put here. So I don't know the answer to that. Someday that's going to come out when the truth breaks and the international community looks and opens this box and starts digging into this nasty problem. The truth will come out. So it's my hope that we didn't do that intentionally, because that would not only make us war criminals, that would just make us evil. So is that the majority, a far majority of the population is completely isolated from the central southern portion of Gaza, and they're completely isolated in the south, or excuse me, in the north of the Netzarim corridor in Gaza City. So that would be if you took everybody in New York and crammed them into to southern Manhattan and said that's the only place you can be out of all of New York City. It's a nightmare, and I don't know why. Well, you know, to be fair, I do know why it's happening. I don't know why we're accepting it. I don't know why we're a part of it, because it's a war crime to do that. It is a war crime to intentionally displace the civilian population on the battlefield in combat operations. What is displacement? Well, moving people from where they live to a place that they don't and not letting them go back. It's in the fourth protocol of the Geneva Convention, and we just turn a blind eye to it. It's happening. I mean, Netanyahu himself has said it. Yesterday, Gaza Humanitarian Foundation did a press conference where they even introduced it as, we are feeding the starving and displaced population of Gaza. Okay, thank you, Chapin Faye. You just admitted to a war crime. You're displacing the population. I mean, these aren't rules that Tony Aguilar wrote. These are rules that the international community wrote and agreed to, and we're not following them. Look what's happened in the last couple of days. France is going to recognize them. Canada is going to recognize them. The United Kingdom is about to recognize them. The reasons why and the politics aside, the fact that they're going to do that is a fact. That is a reality. So the world is going to become far, far more interested in what's going on, because I think the world has taken the blinders off to now look, okay, like we got to take a look at this. And when they look at it and they open that box, the IDF, the Israeli government, with hands in the air, they're going to go, wasn't us. America helped us do it. It's their money. And then the world's going to say, what say you, America? And right now, we do not have a good answer for that. And if we're going to bank on, oh, well, we didn't know, or we just did what the IDF did, shame on us. Shame on us. That is not the American way. Those aren't American values. We don't kowtow to somebody else's standards. We set the standard. How are people eating in the north? If there's one distribution center in the middle of a combat zone, and the majority, you say you think the majority, or certainly a big chunk of the population is in the north, or central Gaza, northern Gaza, how are they eating? In my time there, until recently, until like just the last couple of days, when the UN trucks were allowed to go into the north. So when you see the trucks on the news that are being swarmed with thousands of people, that's not in the south by the 3 distribution sites or central Gaza. That's north of the Netzarim corridor. So those trucks aren't coming in from the Egyptian border, going all the way up, and they're getting just attacked all the way. They're going directly into the heart of darkness. They're going through the Erez crossing, which is the Israeli Gaza crossing to the north, and they're going directly in with aid to a starving population that hasn't had any food for months. So what they're eating, what they have been eating, I don't know. And I think that with the UN going back in there, and with the international community going back in there, we're going to find some things that it's not going to be pretty. I mean, that reckoning is coming. The people in the northern portion alone, I know, are facing mass starvation. Now, the narrative of there's no starvation and there's no hunger going on in Gaza, that is negligent. That is shameful that anybody would say that. അവിടെ സ്റ്റാർവേഷൻ ഇല്ല എന്ന് പറയുന്നത് വൃത്തികേടാണ് എന്ന് തന്നെയാണ് പറയണത്. പക്ഷേ നമ്മളെ ഒരാൾ പറഞ്ഞത് എന്താണെന്ന് കേട്ടു നോക്കി. ഈ നോർത്തേൺ ഗാസയിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മുടെ കൂടെയുള്ള ഒരാൾ എന്താ പറഞ്ഞത്? അതവിടെ നിൽക്കട്ടെ. അതിൽ പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഇമോഷണലി കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ പോയാൽ നമുക്ക് അതിന് നേരം കാണാം, അയ്യോ കുട്ടികൾ ചാവുന്നു മരിക്കുന്നു, ഇതല്ലല്ലോ അതിന്റെ പണി. അവിടെ നടക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നോർത്തേൺ ഗാസ, ഈ റിപ്പോർട്ടിനെ വായിക്കാം, IPCയിലെ റിപ്പോർട്ടിനെ വായിക്കാം. അതായത് നോർത്തേൺ ഗാസയും അതുപോലെ തന്നെ ഗാസ സിറ്റിയും, അവിടെ രണ്ടിടത്തും പ്രശ്നമില്ല. അവിടെ റെസ്റ്റോറൻറ്റ്സ് റൺ ചെയ്യുന്നു, അവിടെ ആളുകൾ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നു തന്നെയാണ് അവിടെ എഴുതി വെക്കുന്നത്. അതേപോലെ തന്നെ ഈ റാഫ ബോർഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയും ആളുകൾ കൂടുതൽ ഈ പറയുന്ന എയ്ഡ് ലഭിച്ചുകൊണ്ട് അവിടെ ജീവിക്കുന്നു. ഇതിന്റെ ഇടയിലുള്ള ഭാഗത്ത് ഇപ്പോഴും ഈ ലൂട്ട് ചെയ്യുന്ന ആളുകളും ഹമാസും പോലെയുള്ള ആളുകളും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് അവിടുത്തെ യാഥാർത്ഥ്യം. ഇത് ഈ റിപ്പോർട്ടിലടക്കം പറയുന്ന കാര്യമാണ്. പച്ച നോണ കണ്ടാ പറഞ്ഞത്. IPC റിപ്പോർട്ടിൽ അങ്ങനെ ഒരു സാധനം തന്നെ ഇല്ല. പച്ച നോണയാണ് പറയണത്. ഇയാളും പറയണത് അതാണ്. അവിടേക്ക് ഫുഡ് തന്നെ പോയിട്ട് കാലം കുറയായി നോർത്തിലേക്ക്. അവിടുത്തെ ഒരു വിവരവും ഇല്ല അവിടുത്തെ സംഭവിക്കണമെന്ന്. അവിടെയാണ് റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ആൾക്കാർ സുഖമായിട്ട് ജീവിക്കുകയെന്ന്. അറ്റ്ലീസ്റ്റ് മിനിമം ആ ഗൂഗിൾ എർത്തിൻ്റെ മാപ്പൊന്ന് എടുത്ത് നോക്കട്ടെ. ഗൂഗിൾ എർത്തൊന്ന് എടുത്തിട്ട് നോക്കിയാൽ മതിയല്ലോ അല്ലേ? ഗൂഗിൾ എർത്ത് എടുത്തിട്ടൊന്ന് നോക്കുക എന്താണ് അവിടെ സംഭവിക്കണതെന്ന്. അതിനുള്ളൊരു മര്യാദ പോലും ഇല്ല. നോണ അങ്ങ് പറയുക. ഇതിനാണ് പച്ച നോണ എന്ന് പറയുക. ബാക്കിയും കൂടെ കേട്ടു നോക്കാം. Not only is it evident to the world, I've seen it.
So if you don't trust doctors and lawyers and aid workers and NGOs and Europeans and Westerners and Middle Easterners and all these people all over the world, Asians, everybody that's been in there that has seen this problem set, if you don't believe them, you can believe me. I'm an American. I was there. I have no agenda in this. I witnessed Palestinian parents, men and mothers and fathers, carrying their dead children in their arms, skeletons. I witnessed that. I've witnessed people that have come onto the sites that you can see that they are just completely emaciated and starving. That's not fake. So if the deniers want to think that we got Stanley Kubrick to go into Gaza and take a bunch of crisis actors and shoot a film on to fake this starvation, but it's real and people are dying at this point right now because we, the United States, the Gaza Humanitarian Fund, put up our hand and said, we'll do it. The starvation at this point has gotten worse than it was before. അങ്ങനെയുണ്ട് ഈ പറഞ്ഞ ആളുകളുടെ ഇയാളുടെ വേറൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്യാം. The contractors on one occasion, on the 29th of May at site number 4, opened fire with his individually assigned weapon into the crowd, at their feet, over their heads, and into the crowd. As he did this, he celebrated what he was doing and he yelled, "Woohoo!" Then another contractor who was standing next to me said, "I think you got one." The contractor that was shooting then replied, "Hell yeah, boy." I took the video. I was there. I saw it. I watched it happen. The contractor that said, "Damn, I think you got one, man," was referring to a Palestinian man that fell to the ground and never got up. It's within my assessment that he was dead. ഇയാൾ നേരിട്ട് കണ്ടതാണ് ഈ ആളുകൾ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് കൊണ്ടോ ഇല്ലയെന്നുള്ള അവർ ചർച്ച ചെയ്യുന്നത്. എയ്ഡ് കൊടുക്കുന്ന സ്ഥലത്ത് ആളുകളെ ഷൂട്ട് ചെയ്യുന്നത്, ജസ്റ്റ് ഫോർ ഫൺ ഷൂട്ട് ചെയ്യുന്നത്. അവിടെയാണ് ഒരു കുഴപ്പമില്ല. നമ്മൾ വെറുതെ ഇമോഷണൽ ആവരുത്. മനുഷ്യന്മാരോട് ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുമ്പോൾ ആളുകൾ ഇമോഷണൽ ആയിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്തോ സൂക്കടുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് അയാൾക്ക്. ഇമോഷണം വരുന്നില്ലെങ്കിൽ, ക്രൂരത ഇത്രയും വലിയ ക്രൂരത കണ്ടിട്ട് ഒരു ഇമോഷനും വരുന്നില്ലെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ട്. അതൊരു പ്രോബ്ലം തന്നെയാണ് സൊസൈറ്റിയിൽ. അതൊന്ന് പരിശോധിക്കുന്നതല്ല. It's akin to Baghdad Bob in 2003 proclaiming on CNN that there are no Americans in Baghdad as an M1 Abrams tank rolls right behind him. There are no Americans in Baghdad, and an Abrams tank from the 3rd ID comes right behind him, and he looks back and he's like, "Okay, there are some Americans in Baghdad." That's like what this is right now. It's like no one's starving in Gaza. Well, that person looks like they're starving. Okay, there's some people starving in Gaza. It's like, when is America going to wake up to the garbage? This is real. Like, people are dying. Not revealing your sources, not revealing who you are, not revealing where your income comes from, not revealing who your backers are, not revealing what you do, not providing any reports, not allowing reporters to go in, not providing transparent looks at your operation. You know who else does things like that? North Korea, Russia, China. Are those the people that we want to say that we're like? No. America is founded on transparency. Our country was founded on calling out other people's bullcrap, calling out other people's, like, hey, that don't look right. T-tax? Nah, not paying that. Not going to put up with that. America is founded on that. And yet we're just sitting by and letting this happen. Well, I'm not out to discredit anyone. I'm just here to present facts that GHF themselves have proclaimed. So yesterday, when Chapin Fay finished the Gaza Humanitarian Foundation press conference, of which they took no questions, when he finished, he said, "We're going to get back to work delivering 96 million meals to date." We should not be celebrating that. That is not a mark to congratulate. And here's why. We've been delivering aid when he announced that yesterday, we've been delivering aid for 65 days. 65 days. Now, you don't have to be Copernicus to figure this out. 96 million divided by 2.21 million divided by 3 meals a day divided by 65 days. We have provided food for 15 days out of 65 into the enclave. What happened to the other 50 days? So to say that people aren't starving and people aren't hungry, I beg to differ. What that breaks out to, imagine you're home. I mean, I assume you prefer to eat a meal at least once a day, maybe 2 or 3, like the standard breakfast, lunch, and dinner. Most Americans think that is the standard. If you're only eating 1 meal a day, okay. What if I told you that I'm only eating 1 meal on Thursday and 1 meal on Monday? That's all I'm eating. Would you be like, "Oh man, that's great. You're in a good place"? No, you would say, like, "That's stupid. Why are you're starving yourself?" It's if my son went to school and the teacher started to notice that he was losing weight and he was emaciated, and they came to my house and they said, "Mr. Aguilar, is your son eating?
Yeah, feed them every third day. Bowl of cereal every 3 days. I'll feed them. Great. They're going to be like, you should not be a parent, and we're taking your child away from you. Yes. So the Gaza Humanitarian Foundation should not be doing humanitarian aid, and the United States government should say no and take away the child, which is Palestine, Gaza, and take all that money and support the United Nations process. We've been a part of the United Nations for 80 years this year. 80 years, 1945, since the United States is one of the signatories to the creation of the United Nations. And we're giving them the finger. Why? Because of the Gaza Humanitarian Foundation that is killing people? That's the math. Those numbers that I just gave you, that's using their number. So if GHF is going to start politicizing math, then I think we're in a bad place. ഇതിൻ്റെ ഫുൾ വീഡിയോ ഈ വീഡിയോയുടെ താഴത്ത് ലിങ്ക് ചെയ്യാം, കാണുക. ഇയാളുടെ 1-2 വീഡിയോ വേറെയുണ്ട്, അത് ഞാൻ പിന്നെ ചെയ്യാം. അതാണ് അവസ്ഥ. ഇത് റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റിയെ ഇപ്പോഴും ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഗാസയിൽ നടക്കുന്ന പട്ടിണിയും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജനസൈഡും ഒരു ഫാക്റ്റാണ്. അത് ഇത്രയും ആളുകൾ, ഇത്രയും മനുഷ്യാവകാശ ഓർഗനൈസേഷൻസ് അത് ഡിക്ലെയർ ചെയ്യുന്നു. അത് ഇവിടെയുള്ള ആളുകൾക്ക് പറ്റില്ല. അതേപോലെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫോട്ടോ ഒരു ടൈംസ് മാഗസിൻ്റെ കവറിൽ വന്നപ്പോൾ അതിനെതിരെ പ്രൊപ്പഗണ്ട പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ വെറും തത്തയായിട്ട് കേരളത്തിലെ ഏപ്പാക്കായിട്ട് മാറുകയാണ് പല നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, സ്വതന്ത്ര ചിന്തകരും. ഇതൊരു അശ്ലീലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര കാലങ്ങൾ തുടരും? ആരൊക്കെ ഇനി വിളിച്ചു പറയണം നിങ്ങൾ ചെയ്യുന്നത് വൃത്തികേടാണെന്ന്? ഇതിൻ്റെ ഫാക്റ്റ് അന്വേഷിക്കുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇത് കേൾക്കാൻ തയ്യാറുള്ള ആളുകൾ. ഈ പറഞ്ഞ ആളുകൾ ഇതേപോലെ നരേറ്റീവ് പുഷ് ചെയ്യുമ്പോൾ അത് ഫാക്ട് ചെക്ക് ചെയ്തിട്ട് അത് പിന്നെ ഡീബങ്ക് ചെയ്തിട്ട് അവരെ കയ്യിൽ കൊടുക്കുക. ഇതെല്ലാവരും ചെയ്യേണ്ടതാണ്. കാരണം ഇതേപോലെ ഒരു ചെറിയൊരു സാധനത്തിന് വേണ്ടിയിട്ട് ഇത്രയും നേരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും കഴിഞ്ഞോളൊന്നുമില്ല. നമ്മളിതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളല്ല. നമുക്കത് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളൊരു മീഡിയ പേഴ്സണോ അങ്ങനത്തെ ഒരാളൊന്നുമല്ല. നമ്മളെ ജോലിൻ്റെ ഇടയിൽ ചെയ്യുന്ന സാധനമാണ്. പക്ഷേ ഈ ഒരു പ്രൊപ്പഗണ്ട പുഷ് ചെയ്യുന്നവൻ അവനാ സാധനം നുണ പറഞ്ഞങ്ങോട്ട് പോയാൽ മതി. പക്ഷേ ഡീബങ്ക് ചെയ്യുന്നവന് ഇരുന്ന് ഇതൊക്കെ ഇതിനെല്ലാം ഫാക്ട് ചെക്ക് ചെയ്തിട്ട് ഇനി ഇതിങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കണം, തത്തയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ. ആ ഒരു പ്രശ്നം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് ഇത് അവസാനിപ്പിക്കുക. ഇത് ഡാനിയേല എന്ന് പറഞ്ഞിട്ടുള്ള മദർ ഓഫ് സെറ്റിലേഴ്സാണ്. വെസ്റ്റ് ബാങ്കിലും ഇവിടെയൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു ലേഡിയാണ്. ഇവരുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കിട്ടും. ഇവരെത്രത്തോളം പോയിസണസ് ആണ്, എത്രത്തോളം പ്രശ്നക്കാരിയാണെന്നുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ PS മോർഗനായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂ കണ്ടാലും മതി. അതിലൊരു ചെറിയൊരു ഭാഗം ഇവിടെ ഒന്ന് കേൾപ്പിക്കാം. I'm going to give you one last chance to offer some empathy or sympathy or sorrow about the deaths of 20,000 children in Gaza. Are you capable of doing that? I can tell you that had you cared, and I don't believe you that you care a tiny bit about one killed person, if you do not use the means that you have as a media person to stop educating children. I gave you 4 chances. Jews. Right. Okay, you gave me 7. You gave me 7. And you know what? You couldn't give a damn, could you? That you are to blame more than me. You don't care. And all you want is all the Palestinians gone. You can barely even bring yourself to say their name. All you want is to take over the West Bank and Gaza. You don't care how many die in the process. You want them all gone. You don't care, do you? That's the bottom line. As you said, the audience will judge. Yeah, they will. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.